എവിടെ പോകുവാടി പന്ന മോളെ? നിന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോ? അന്നേ എന്നെ അടിച്ചപ്പം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇപ്പം നിന്റെ ധൈര്യം ചോർന്നു പോയോ? അവൻ്റെ മുഖത്തെ ഭാവം കണ്ടതും കുറച്ച് ദിവസം മുൻപുണ്ടായ ദിവസത്തെ ഓർമ്മകൾ അവളിലേക്കെത്തി. കണ്ണുകൾ ഇറുക്കി അടച്ചതിനു ശേഷം അവൾ അവനെ പിടിച്ചു തള്ളിയതും അവളുടെ ആ നീക്കത്തിൽ അവൻ താഴേക്ക് വീണിരുന്നു. ശേഖരൻ്റെ കയ്യിൽ നിന്ന് പിടഞ്ഞോടുമ്പോൾ അവളുടെ ശരീരം ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ഇതുവരെ ഉള്ള ക്ഷീണവും വലച്ചിലും അവളെ താകെ തളർത്തിയെങ്കിലും അവൾ തളർച്ചയോടെ നിലത്തേക്ക് പതിച്ചിരുന്നു. എന്നാൽ വീഴുന്നതിനു മുൻപ് അവളെ കരുത്തുറ്റ 2 കൈകൾ താങ്ങി നിർത്തിയിരുന്നു. ഒരു വേള അടർന്നു വീണ പൂ പോലെ തൻ്റെ കയ്യിലേക്ക് വന്നു പതിച്ച ആമിയിലായിരുന്നു അവൻ്റെ ശ്രദ്ധ മുഴുവൻ. കരഞ്ഞതിൻ്റെ ഫലമായി കൺതടങ്ങളിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന കണ്ണുനീരിൻ്റെ അവശേഷിപ്പും ചുവന്ന നീര് വന്നു നിൽക്കുന്ന മൂക്കും മുഖവും ക്ഷീണിച്ച് വിളിച്ചോതുന്ന അവളുടെ മുഖവും കാണി തന്നിൽ നിറയുന്ന വികാരം അല്ലെങ്കിൽ ഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ ആ നിമിഷം അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ മുഖം മുഴുവൻ അവൻ്റെ കണ്ണുകൾ സഞ്ചരിക്കുമ്പോൾ ആ മുഖത്തെ വേദനയും സങ്കടവും അറിയാതെ അവനിലേക്ക് വന്നു പതിക്കുകയായിരുന്നു. ഇതേ സമയം യാദവിന് പുറകെ ആമിയുടെ വീട്ടിലേക്ക് കയറി വന്ന് സേവിയർ കാണുന്നത് കാഴ്ച ആമിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന യാദവും അവനോട് ചേർന്ന് ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ആമിയെയുമാണ്. എടി! ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കിയ സേവിയർ കാണുന്നത് തൻ്റെ ഷർട്ടിൻ്റെ കൈയും മടക്കി വെച്ച് ദേഷ്യത്തോടെ അകത്തേക്ക് വരുന്ന ശേഖരനെയാണ്. യാദവിൻ്റെ കയ്യിൽ ബോധമില്ലാതെ കിടക്കുന്ന ആമിയെയും ദേഷ്യത്തോടെ ഹാളിലേക്ക് കടന്നു വരുന്ന ശേഖരനെയും കണ്ടതും സേവിയറിൻ്റെ മുഖം സംശയത്തിൽ ഒന്ന് ചുരുങ്ങി. എന്നാൽ അലറിക്കൊണ്ട് ആമിയുടെ പുറകെ ഓടി വന്ന ശേഖരൻ ഒരു നിമിഷം തൻ്റെ മുൻപിൽ കാണുന്ന കാഴ്ചയിൽ വിറങ്ങലിച്ചു നിന്നുപോയി. ആമിയെ തന്നോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന യാദവും അവൻ്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി നിൽക്കുന്ന ആമിയും. ആ കാഴ്ച ശേഖരന് നോക്കി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. കണ്ണുകൾ അടച്ചവന് ദേഷ്യം നിയന്ത്രിച്ചു. എന്നാൽ അതേസമയം തന്നെ തലയുയർത്തി നോക്കിയ യാദവ് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ശേഖരനെ കണ്ടതും ശേഖരനെ നോക്കിയ യാദവിൻ്റെ കണ്ണുകളിൽ നിമിഷങ്ങൾക്കുള്ളിൽ ചുവപ്പ് പടർന്നു. തളർന്നോടി വരുന്ന ആമിയും അവൾക്ക് പുറകെ ഒരു വേട്ടമൃഗത്തെ പോലെ അവളെ പിന്തുടരുന്ന ശേഖരും. അതിൽ കൂടുതൽ മറ്റൊന്നും അവന് ആവശ്യമായിരുന്നില്ല. അവിടെ നടക്കുന്നത് എന്തെന്ന് മനസ്സിലാക്കാൻ. ഒരു വേള തൻ്റെ കയ്യിൽ തളർന്നു കിടക്കുന്ന ആമിയിലേക്ക് അവൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചു. നിമിഷ നേരം കൊണ്ട് അവൻ്റെ മുഖത്തെയും ശരീരത്തെയും പേശികൾ വലിഞ്ഞു മുറുകി. തടഞ്ഞു നിർത്താൻ കഴിയാത്ത ദേഷ്യത്തോടെ അതിലുപരി വല്ലാത്ത പകയോടെ യാദവ് ശേഖരനെ തല ഉയർത്തി നോക്കി. എന്നാൽ തൻ്റെ മുൻപിൽ നിൽക്കുന്ന യാദവിനെ കണ്ടൊന്ന് പകച്ചെങ്കിലും നിമിഷ നേരം കൊണ്ട് ആ പതർച്ചയും അവൻ്റെ മുഖത്തെ ദേഷ്യവും മറച്ചു വെച്ചുകൊണ്ട് ഒരു പുഞ്ചിരി എന്ന മുഖംമൂടി എടുത്തണിഞ്ഞിരുന്നു ശേഖരൻ. സാറെന്താ ഇവിടെ? വരുത്തി തീർത്ത വിനയത്തോടെ ആമിയെയും അവനെയും ഒന്ന് നോക്കി ചോദിച്ചുകൊണ്ട് പതിയെ അവരുടെ അടുത്തേക്ക് ചുവട് വെച്ചെത്തിയിരുന്നു ശേഖരൻ. അപ്പോഴാണ് യാദവിൻ്റെ കൈക്കുള്ളിൽ കിടക്കുന്ന ആമിയുടെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ശേഖരന് മനസ്സിലാക്കുന്നത്. അത് കണ്ടതും കുടിലതയോടെ ശേഖരൻ പറഞ്ഞു, ആമിക്ക് തീരെ വയ്യ സാറേ, അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ അവളെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. നോക്കുമ്പോൾ എത്ര നിർബന്ധിച്ചിട്ടും അവൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല. പിന്നെ 1ഉം 2ഉം പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വഴക്കായി. അപ്പം എന്നോട് പിണങ്ങി വന്നതാ. അന്ന് മണ്ഡപത്തിൽ അവളെ തനിച്ചാക്കിയതിൻ്റെ ദേഷ്യം എന്നോടും ഇപ്പോഴുമുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒന്നിരുന്നാൽ സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. സാറ് പോയിട്ട് കാലത്തെ വാ, അപ്പോഴേക്കും ഞാൻ ഇവളെ ഹോസ്പിറ്റലിൽ എത്തിക്കട്ടെ. ശേഖരൻ യാദവിൻ്റെ മുഖത്ത് നോക്കി ഓരോ കെട്ടുകഥകൾ ചമയ്ക്കുമ്പോഴും അവൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ നിരീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു അവൻ. എത്രയും പെട്ടെന്ന് യാദവിൻ്റെ കയ്യിൽ നിന്ന് അവളെയും കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുകയായിരുന്നു ശേഖരൻ. സത്യത്തിൽ എന്താണ് പറയുന്നതെന്ന് അയാൾക്ക് തന്നെ നിശ്ചയമില്ല. എന്നാൽ അത്രയും പറഞ്ഞുകൊണ്ട് ഒരു വരുത്തി തീർത്ത ചിരിയോടെ അവൻ യദുവിനെ അടുത്തേക്ക് ചെന്ന് ആമിയുടെ കൈകളിൽ പിടിക്കാൻ വേണ്ടി കൈനീട്ടി. എന്നാൽ നിമിഷ നേരം കൊണ്ട് യാദവിൻ്റെ വലത്തെ കാൽ അവൻ്റെ നെഞ്ചിൽ ശക്തിയിൽ വന്ന് പതിച്ചു കഴിഞ്ഞിരുന്നു. ഒരു വലിയ നിലവിളിയോടെ ശേഖരൻ നിലത്തേക്ക് പതിച്ചു. ഇതേ സമയം തൊട്ടടുത്തുള്ള സോഫയിലേക്ക് ആമിയെ ഇരുത്തിയതിനു ശേഷം നിലത്തെഴുന്നേൽക്കുന്നതിന് മുൻപ് ശേഖരൻ്റെ നെഞ്ചിലായി യാദവിൻ്റെ കാല് വന്ന് വീണ്ടും പതിച്ചിരുന്നു. അയ്യോ സാറേ, എന്തായി കാണിക്കുന്നത്? എന്നെ വിട്, ഞാനൊന്നും ചെയ്തിട്ടില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഇറങ്ങി ഓടിയതാണ്. ആദ്യമൊന്ന് പകച്ചെങ്കിലും സ്വബോധം വീണ്ടെടുത്ത് തൻ്റെ മുൻപിൽ ദേഷ്യത്തിൽ ചുവന്ന മുഖവും വലിഞ്ഞു മുറുകിയ പേശികളുമായി സംഹാരരുദ്രനെ പോലെ നിൽക്കുന്ന യാദവിനെ നോക്കി ശേഖരൻ ഭയത്തോടെ അതിലുപരി അപേക്ഷയോടെ പറഞ്ഞു,
എന്നാൽ അപ്പോഴും യാദവ് അവനിൽ നിന്ന് കാല് പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല, അവൻ്റെ കാലിൻ്റെ ശക്തി കൂടിക്കൊണ്ടിരുന്നു. അത് ശേഖരനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ്റെ വലത്തെ കൈ പിടിച്ചു തിരിച്ചു. ഈ കൈ കൊണ്ടല്ലേ അവളെ നീ തൊടാൻ ശ്രമിച്ചത്? ആ കൈ ഇനി നിനക്ക് വേണ്ട. ഒരു ക്രൂരമായ ചിരിയോടെ, അതിലുപരി വന്യമായ ഭാവത്തോടെ ശേഖരനോട് പറയുന്നതിനോടൊപ്പം പുറത്തേക്ക് നോക്കി യാദവ് ശബ്ദത്തിൽ വിളിച്ചു, സേവ്യർ. യാദവിൻ്റെ ശബ്ദം കേട്ടതും അതുവരെ വാതിലിനടുത്തതെല്ലാം കണ്ടും കേട്ടും നിന്നിരുന്ന സേവ്യർ കാറിൻ്റെ ഡിക്കിയിൽ നിന്നും ഒരു പുച്ഛത്തോടെ ലിവർ പുറത്തേക്കെടുത്തു. അതുമായി ആമിയുടെ വീടിനകത്തേക്ക് കയറുമ്പോൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അവന് കൃത്യമായി അറിയാമായിരുന്നു. ഹാളിൽ ഇപ്പോഴും യാദവിൻ്റെ കാലിനിടയിൽ കിടക്കുകയാണ് ശേഖരൻ. യാദവിൻ്റെ കാല് ശേഖരൻ്റെ കഴുത്തിൽ മുറുകെയിരിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് നല്ല രീതിയിൽ ശ്വാസതടസ്സം ഏർപ്പെടുന്നുണ്ടായിരുന്നു. യാദവിനോട് എന്തൊക്കെയോ വിളിച്ചു പറയണമെന്നുണ്ടെങ്കിലും അയാൾക്കതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പോരാത്തതിന് യാദവിൻ്റെ മുഖത്ത് തെളിഞ്ഞു കാണുന്ന ക്രൂരഭാവം ശേഖരനെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. അവൻ്റെ കാലിനിടയിൽ കിടന്ന് ഞെരുങ്ങുന്ന ഈ സമയം ഇങ്ങോട്ട് ആമിയെ തിരക്കി വരാൻ തോന്നിയ നിമിഷത്തെ അയാൾ പഴിച്ചുകൊണ്ടിരുന്നു. ആമിയുമായി തീരുമാനിച്ച വിവാഹത്തിന് 2 ദിവസം മുൻപാണ് യാദവിൻ്റെ കോള് ശേഖരൻ്റെ ഫോണിലേക്ക് വരുന്നത്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയാൽ അവന് 75 ലക്ഷം രൂപ നൽകാമെന്ന യാദവിൻ്റെ വാഗ്ദാനത്തിൽ ശേഖരൻ മൂക്കും കുത്തി വീഴുകയായിരുന്നു. അത് പ്രകാരമാണ് വിവാഹത്തിന് തലേന്ന് തന്നെ അയാൾ മുങ്ങിയത്. എന്നാൽ യാദവ് ഇതെല്ലാം ചെയ്തത് ആമിയെ വിവാഹം കഴിക്കാനായിരുന്നു എന്നും ശേഖരൻ പോയതിൻ്റെ അടുത്ത ദിവസം തന്നെ യാദവ് ആമിയെ വിവാഹം കഴിച്ചു എന്നും ശേഖരൻ അറിഞ്ഞില്ല. ഇപ്പോഴും മരിച്ചുപോയ ഉത്തമനിലും ഉമയിലും പിന്നെ ജീവിച്ചിരിക്കുന്ന യാദവിലും ആമിലും സേവിയറിലും മാത്രം ഈ സത്യം ഒതുങ്ങുന്നു. അവൻ്റെ കഴുത്തിൽ യാദവിൻ്റെ കാൽ ഒന്നുകൂടെ ശക്തിയിൽ അമർന്നതും ശേഖരിൽ നിന്ന് വേദനയോടെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. ആമിയുടെ വീടിനകത്തേക്ക് കയറിയ സേവിയർ യാദവിൻ്റെ കാലിനിടയിൽ കിടന്ന് കരയുന്ന ശേഖരനെ ഒന്ന് പുച്ഛത്തോടെ നോക്കിയതിനു ശേഷം ആ ലിവർ യാദവിൻ്റെ ഇടത്തെ കൈയിലേക്ക് വെച്ചുകൊടുത്തു. സേവിയറിൻ്റെ ഇടത്തെ കൈയിലേക്ക് വെച്ചുകൊടുത്ത ലിവർ കണ്ടതും അത് നോക്കി യാദവ് ക്രൂരമായി ഒന്ന് ചിരിച്ചു. പിന്നെ സേവിയറിനെ ഒന്ന് നോക്കി. എന്നാൽ ഇതെല്ലാം കണ്ട ശേഖരൻ ഇനി തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാതെ പകച്ച് പണ്ടാരമടങ്ങി 2 പേരെയും മാറി മാറി നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ യാദവിൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ സേവ്യർ വീടിനകത്തേക്ക് പോയി ഒരു പഴയ തുണിയെടുത്തു കൊണ്ടുവന്ന് പെട്ടെന്ന് യാദവ് അവൻ്റെ കഴുത്തിൽ നിന്നും കാലെടുത്തു. അതോടെ ശേഖരൻ ആഞ്ഞു ശ്വാസമെടുക്കാൻ തുടങ്ങി. എന്നാൽ സേവ്യർ നിമിഷങ്ങൾക്കകം തൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴംതുണി ശേഖരൻ്റെ വായിലേക്ക് തള്ളിക്കൊടുത്തതും ശബ്ദം മാത്രമല്ല, ശേഖരന് ശ്വാസം പോലും എടുക്കാൻ കഴിയാത്തതുപോലെയായി. അതേസമയം അത്രയും ഭയത്തോടെ യാദവിനെയും അവൻ്റെ കയ്യിലുള്ള ലിവറിലേക്കും ശേഖരൻ മാറി മാറി നോക്കി നിന്നു. എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ ശേഖരൻ്റെ വലത്തെ കൈ പിടിച്ച് നിവർത്തിയതിനു ശേഷം തൻ്റെ ഇടത്തെ കയ്യിലുള്ള ലിവർ കൊണ്ട് അവൻ്റെ വലത്തെ കയ്യിൽ നിർത്താതെ 5-6 പ്രാവശ്യം പ്രഹരിക്കുകയായിരുന്നു യാദവ്. ആ ഇരുമ്പുവടി തൻ്റെ കയ്യിൽ വന്ന് ശക്തിയിൽ പതിക്കുന്ന വേദനയിൽ ഉച്ചത്തിൽ അലറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശേഖരൻ്റെ വായിൽ തള്ളിക്കയറ്റിയ തുണി അതിന് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. 2 കണ്ണും നിറഞ്ഞു വെള്ളം വരുമ്പോഴും വേദന സഹിക്കാൻ കഴിയാതെ ശേഖരൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ശേഖരൻ്റെ കൈ ഓരോ തവണ തല്ലിച്ചതയ്ക്കുമ്പോഴും യാദവിൻ്റെ മനസ്സ് നിറയെ കുറച്ച് മുൻപ് തന്നെ കയ്യിലേക്ക് വന്ന് വീണ അവളുടെ ചിത്രമായിരുന്നു. അപ്പോൾ അവനിൽ നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യത്തിന് ആഴം കൂടിക്കൊണ്ടിരുന്നു. ദേഷ്യം തീരാത്തതുപോലെ ശേഖരൻ്റെ മറ്റേ കൈയും ദേഷ്യത്തോടെ തല്ലിയൊടിച്ചിരുന്നു അവൻ. വേദന സഹിക്കാൻ കഴിയാതെ ശേഖരൻ പിടഞ്ഞുകൊണ്ടിരുന്നു. നിലത്തവശനായി കിടന്ന് പുളയുന്ന ശേഖരനെ കണ്ടതും അവനടുത്തേക്ക് യാദവ് മുട്ടുകുത്തിയിരുന്നു. വേദന കൊണ്ട് പുളയുന്ന ശേഖരൻ്റെ വായിൽ നിന്നും ആ പഴം തുണിയെടുത്ത് മാറ്റിയതിനു ശേഷം അവൻ്റെ കവിളിൽ കുത്തിപ്പിടിച്ചിരുന്നു യാദവ്. ഇനിയൊരു പ്രാവശ്യം കൂടി അവൾക്ക് നേരെ കൈ ഉയർത്താനുള്ള ധൈര്യം നീ കാണിക്കരുത്. അങ്ങനെ കാണിച്ച നിന്റെ വീടിൻ്റെ പറമ്പിൽ തെക്കേ തൊടിയിൽ നിനക്ക് വേണ്ടി ഞാനൊരു ചിതയൊരുക്കും. എന്നിട്ട് നിന്നെ അതിൽ പച്ചയ്ക്ക് ഞാൻ കത്തിക്കും. ക്രൂരമായ മുഖത്തോടുകൂടി ദേഷ്യത്തോടെ അത്രയും പറഞ്ഞതിനു ശേഷം ദേഷ്യം തീരാത്തതുപോലെ തൻ്റെ കയ്യിലുള്ള ലിവർ താഴേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴും സോഫയിൽ ബോധം കെട്ട് കിടക്കുകയായിരുന്നു ആമി. വാടിത്തളർന്ന അവളുടെ മുഖം കണ്ടതും വേദന കടിച്ചമർത്തി കിടക്കുന്ന ശേഖരൻ്റെ വലത്തെ കാലിന് അവനൊരു ചവിട്ട് കൊടുത്തു. പ്രതീക്ഷിക്കാതെയുള്ള യാദവിൻ്റെ നീക്കത്തിൽ
രണ്ട് കൈയിലെ വേദനയുടെ കൂടെ കാലിൻ്റെ വേദന കൂടി സഹിക്കാൻ കഴിയാതെ ശേഖരൻ ഉറക്കെ അലറി. എന്നാൽ അപ്പോഴേക്കും അവൻ അടുത്തേക്ക് ദേഷ്യത്തോടെ വന്നു നിന്ന് യാദവ് പറഞ്ഞു, ഈ ലോകത്ത് അവളെ ശിക്ഷിക്കാനും രക്ഷിക്കാനുമുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ, എനിക്ക് മാത്രം. അത് പറഞ്ഞതിനു ശേഷം അവൻ സേവ്യറിനെ ഒന്ന് നോക്കി. നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ സേവ്യർ കണ്ണടച്ച് കാണിച്ചു. പിന്നെ ശേഖരനെ ഒന്നുകൂടെ തുറപ്പിച്ച് നോക്കിയതിനു ശേഷം ആമിയെ തൻ്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവൻ മുകളിൽ അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഒരു ചെറുചിരിയോടെ ആമിയെയും അവളെ എടുത്തുകൊണ്ടു പോകുന്ന യാദവിനെയും നോക്കി നിൽക്കുകയായിരുന്നു സേവ്യർ. പിന്നെ പതിയെ അവൻ്റെ കണ്ണുകൾ താഴെ വേദന കടിച്ചമർത്തി കിടക്കുന്ന ശേഖരനിലേക്കെത്തി. ഒരു പുച്ഛത്തോടെ അവനെ എടുത്ത് തോളിലിട്ടതിനു ശേഷം സേവ്യർ പുറത്തേക്ക് പോയി. ആമിയെ കൊണ്ട് യാദവ് നേരെ പോയത് അവളുടെ മുകളിലുള്ള മുറിയിലേക്കാണ്. മുറിയിലേക്ക് ചെന്നതും യാദവ് ആമിയെ അവളുടെ ബെഡിലേക്ക് കിടത്തി. കരഞ്ഞു തളർന്നതുകൊണ്ടും വല്ലാതെ പേടിച്ചതുകൊണ്ടും അവളുടെ മുഖത്ത് ആകെ വല്ലാത്ത ക്ഷീണം പടർന്നിരുന്നു. കണ്ണിന് രണ്ട് സൈഡും നല്ല രീതിയിൽ തടിപ്പും ചുവന്നു നിൽക്കുന്ന കണ്ണും മുഖവും കാണി അസ്വസ്ഥതയോടെ അവൻ മുഖം തിരിച്ചു. ജനലിൽ നിന്നും പുറത്തേക്ക് വരുന്ന തണുത്ത കാറ്റ് അവളെ തലോടി പോയതും ആ കാറ്റിൽ അവളുടെ മുടിയിടകൾ ഉലയുന്നുണ്ടായിരുന്നു. ശേഖരനുമായുള്ള പിടിവലിയിലിടയിൽ അവളുടെ ശരീരത്തിൽ നിന്നും ധാവണി അടർന്നു മാറിയിരുന്നു. അവളുടെ മാറിന് മുകളിലായി കാണുന്ന കരിനീലിച്ച പാടിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയതും അവൻ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. ബെഡിന് സൈഡിൽ മടക്കി വെച്ചിരിക്കുന്ന കട്ടി കുറഞ്ഞൊരു പുതപ്പെടുത്ത് യാദവ് അവളുടെ മുകളിലേക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് തൻ്റെ കയ്യിലുള്ളൊരു സിഗരറ്റ് എടുത്ത് പുകച്ചതിന് ശേഷം നേരെ ജനലിനടുത്തേക്ക് പോയി. ജനലോരം നിന്ന് മുറ്റത്തുള്ള ഗാർഡനിലേക്ക് നോക്കിയതും പുറത്തു കാണുന്ന ലൈറ്റിൻ്റെ ചെറിയ വെളിച്ചത്തിൽ ആ ഗാർഡൻ കാണാമായിരുന്നു. അന്ന് വന്നപ്പോൾ മുല്ലപ്പൂക്കളും റോസാപ്പൂക്കളും തിങ്ങി നിറഞ്ഞു നിന്ന ആ ഗാർഡനിൽ നിന്ന് വാടിക്കരിഞ്ഞ പൂക്കളും ചെടികളുമാണുള്ളത്. അന്ന് ഈ ജനലിലൂടെ നിന്നപ്പോൾ തൻ്റെ മൂക്കിലേക്ക് വന്ന സുഖത്തിന് മുല്ലപ്പൂവിൻ്റെയും പനിനീർപ്പൂവിൻ്റെയും സുഗന്ധമായിരുന്നു. എന്നാൽ ഇന്ന് ഈ മുറിക്ക് ആ സുഗന്ധമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സേവ്യർ കാറുമായി തിരിച്ചു വരുന്നത് യാദവ് ജനലിലൂടെ കാണുന്നുണ്ട്. പിന്നെ ബെഡിൽ കിടക്കുന്ന ആമിയെ ഒന്ന് നോക്കിയതിനു ശേഷം അവളുടെ മുറിയുടെ കതക് ചാരി അവൻ താഴേക്ക് പോയി. എന്നാൽ താഴെ കാറ് നിർത്തിയതിനു ശേഷം കാറിൽ നിന്നും ഇറങ്ങാതെ യാദവിനെ കാത്ത് ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരിക്കുകയാണ് സേവ്യർ. പെട്ടെന്നാണ് സേവ്യറിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത്. ജിതൻ അങ്കിൾ. ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കാണുന്ന പേര് കണ്ടതും ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നെ ഫോൺ സൈലൻ്റ് ആക്കി മാറ്റിവെച്ചു. അപ്പോഴേക്കും യാദവ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നു. സേവ്യറിനെ ഒന്ന് നോക്കിയതിനു ശേഷം ഇന്നിവിടെയും തങ്ങുന്നതും നാളെ കാലത്ത് പോകാമെന്നും അവനോട് പറഞ്ഞു. യാദവ് വീണ്ടും വീടിനകത്തേക്ക് പോയി. എന്നാൽ അതുവരെ ഒന്നും മിണ്ടാതെ നിന്ന് സേവ്യർ യാദവ് അകത്തേക്ക് പോകുന്നത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കാറിൻ്റെ കീയും എടുത്ത് അവൻ പുറത്തേക്ക് ഇറങ്ങി. വീടിനകത്തേക്ക് കയറി കതകത്തു നിന്നും ലോക്ക് ചെയ്തു. ശേഷം അവൻ്റെ കണ്ണുകൾ ഉടക്കിയത് ഹാളിൽ കിടക്കുന്ന സോഫയിലാണ്. സോഫയുടെ അടുത്തേക്ക് പോയി തൻ്റെ അരയിൽ തിരുകി വെച്ചിരിക്കുന്ന ഗണ്ണും പിന്നെ അവൻ്റെ ഫോണും എടുത്ത് അവനടുത്തുള്ള ടേബിളിൽ പുറത്തേക്ക് വെച്ചു. പിന്നെ ബോഡി ഒന്ന് നന്നായി സ്ട്രെച്ച് ചെയ്തതിനു ശേഷം സോഫയിലേക്ക് നീണ്ടു നിവർന്ന് കിടന്നു. ക്ഷീണം കൊണ്ട് പതിയെ അവനും ഉറക്കത്തിലേക്ക് പോയി. ഇതേ സമയം തിരിച്ചാമിയുടെ മുറിയിലേക്ക് പോയ യാദവ് തൻ്റെ ബ്ലേസർ ഊരി മാറ്റിവെച്ച് ഒപ്പം അവൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചും ലാപ്പും പിന്നെ ഫോണും മാറ്റിവെച്ചു. താൻ ധരിച്ചിരിക്കുന്ന ഷർട്ടിൻ്റെ ആദ്യത്തെ 3 ബട്ടൺ തുറന്നിട്ട് ഷർട്ടിൻ്റെ സ്ലീവ് മടക്കി കയറ്റി വെച്ചു. അതിനുശേഷം ആമിയുടെ മുറിയിൽ ഒരു സ്ഥലത്തായി ഒതുക്കി വെച്ചിരിക്കുന്ന ചെയറെടുത്ത് അവൾക്ക് അഭിമുഖമായി ഇട്ടു അതിലിരുന്നു. അപ്പോഴും അവൻ്റെ ശ്രദ്ധ മുഴുവൻ ബെഡിൽ വാടി തളർന്നു കിടക്കുന്ന ആമിയിലായിരുന്നു. പെട്ടെന്നാണ് അവളുടെ കഴുത്തിൽ തൂങ്ങിയാടുന്ന യാദവ് അഗ്നി എന്ന് പേര് കൊത്തിയ താലി അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനെ ഒന്ന് നോക്കി പുച്ഛിച്ചതിന് ശേഷം അവൻ ആ ചെയറിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടന്നു. രാവിലെ വല്ലാത്ത തലവേദനയോടെയാണ് ആമി കണ്ണു തുറന്നത്. ഇപ്പോഴും തലക്ക് വല്ലാത്ത വേദനയും ശരീരത്തിന് നല്ല ക്ഷീണവുമുണ്ട്. ഭക്ഷണം കഴിക്കാത്തതിൻ്റെ തളർച്ചയും അമ്മ നഷ്ടപ്പെട്ട വേദനയും അവളെ വീണ്ടും ക്ഷീണിതയാക്കി. തലേന്നത്തെ ഓർമ്മകൾ മനസ്സിലേക്ക് വന്നതും ഒരു ഞെട്ടലോടെ അവൾ ബെഡിൽ നിന്നും എണീറ്റു. ആദ്യം നോക്കിയത് തൻ്റെ ശരീരമാണ്. വസ്ത്രങ്ങളെല്ലാം അതുപോലെ ഉണ്ട് എന്നറിഞ്ഞപ്പോഴാണ് അവൾക്ക് സത്യത്തിൽ ആശ്വാസമായത് തന്നെ. മാറിൽ നിന്ന് അല്പം മാറിക്കിടക്കുന്ന ധാവണിയുടെ മുന്താണിയെടുത്ത് അവൾ നേരെ പിടിച്ചിട്ടു. ഒരു വേള വീണ്ടും താൻ ആക്രമിക്കപ്പെട്ടോ എന്നവൾ ഭയന്നിരുന്നു. ഇന്നലെ ശേഖരൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് ഓടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും തനിക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു.
പിന്നെ എന്താണ് നടന്നത് എന്ന് അവൾക്കറിയില്ല. പെട്ടെന്ന് തലയുയർത്തി നോക്കിയ ആമി ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്നവനെ കണ്ടതും സ്തംഭിച്ചു നിന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവളുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. താനിപ്പോൾ ആരുമില്ലാത്ത അനാഥയായിരിക്കാൻ കാരണക്കാരൻ ഇവനാണ് എന്ന് ഓർക്കെ അവളുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. എന്തു വേണം? ദേഷ്യത്തിൽ യാദവിനോട് ചോദിക്കുമ്പോൾ അവനെ ചുട്ടുകൊല്ലാനുള്ള അഗ്നി ഉണ്ടായിരുന്നു അവളുടെ കണ്ണിൽ. നിങ്ങളോടല്ലേ ചോദിക്കുന്നത്? അപ്പോഴും ഒന്നും മിണ്ടാതെ തൻ്റെ അടുത്തേക്ക് വന്ന് തലേന്നഴിച്ചു വെച്ച ബ്ലേസർ ധരിക്കുന്ന അവനെ കാണി അവളുടെ ദേഷ്യത്തിൻ്റെ ആഴം കൂടി. എന്നാൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന അവളെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചതിന് ശേഷം യാദവ് അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, വെറുതെ അലറിയുള്ള ആരോഗ്യം കൂടെ കളയണ്ട. ഞാനിവിടെ സ്ഥിരതാമസത്തിനൊന്നുമല്ല വന്നത്, നിന്നോട് ചിലത് പറയാനാണ്. പുച്ഛത്തോടെ പറയുന്നതിനോടൊപ്പം അവൻ്റെ കണ്ണുകൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നീണ്ടു.